മാമുക്കയുടെ സ്ലാങ് ആണ്. നമ്പൂരി ആയിരിക്കും, അത് മാണ്ട. സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറുമോ ജഗദം? അല്ല, അവരിൽ നിന്നാണ് ജഗദമ്മ ഉണ്ടായത്. ഒരു റിങ് എന്നെ പോലെ ഇട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ന് ജഗദമ്മയായിട്ടാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അതെ. ജഗദമ്മ ആളെങ്ങനെയാ? ജഗദമ്മ പ്രശ്നക്കാരിയൊന്നുമല്ല. ഈ ജീവിക്കാൻ വേണ്ടിയുള്ള ചെറിയ കുശുമ്പ്, കുന്നായ്മ, കുറച്ച് കള്ളത്തരം, കുറച്ച് വായാടിത്തനങ്ങള് എല്ലാം ഉണ്ട്. അടവുകൾ 18 ഉണ്ട് കയ്യില്. അതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള, ജീവിക്കാൻ പഠിച്ച ആളാണെന്ന് തോന്നുന്നു. അതെ അതെ, പഠിച്ച് ഒറ്റയ്ക്ക് പൊരുത്തി നിൽക്കുവല്ലേ. അപ്പൊ ഈ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും അങ്ങനെ ജീവിക്കാനുള്ള ഒരു വെപ്രാളത്തിന്റെ ഇടയ്ക്കാണ്. എന്നാ പിന്നെ ഇത് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആളാവാന്നൊക്കെ പറഞ്ഞെടുത്ത് ചാട്ടം വെച്ചു കൊടുത്തതാ. ഭയങ്കര കൗശലത്തിൽ വന്നതാ. പിന്നുള്ളതൊക്കെയാണ് അതിന്റെ. അതുകൊണ്ടാണ് ഒരു ഇലക്ഷൻ സീസൺ പടം ആയി മാറിയത് ഇത്. പക്ഷെ ജഗദമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ കാണാൻ പറ്റും. പല പല രീതിയിലാണെന്ന് മാത്രം. കുറച്ച് വിദ്യാഭ്യാസവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊക്കെ പെരുമാറുന്ന ആൾക്കാരിൽ കുറച്ച് വ്യത്യാസം വരും. പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഏകദേശം. കാരണം ഒരു ആൾക്കൂട്ടം ഒരു സൈലന്റ് ആണ് നമ്മുടെ പുറകിലുള്ളവരെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന നമുക്കൊരു ധൈര്യവും ഒരു ശബ്ദമൊക്കെ വരും. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് എസ് മുളി കേൾക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ആ ധൈര്യത്തിൽ നമ്മൾ സംസാരിക്കും. അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ജഗദമ്മയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപാടുകളുള്ള സ്ത്രീയാണ്. അപ്പൊ ആ നാട്ടുപുറത്ത് എല്ലാവരുമായിട്ട് ഒരു ബന്ധമുണ്ട് ഇവർക്ക്, കൊടുക്കൽ വാങ്ങൽ. അപ്പോ അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീ എല്ലാവരുമായിട്ട് ആ കണക്ഷൻ വെച്ചിട്ട് എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ നമ്മുടെ ആളാക്കി കൂടാ എന്നൊരു തോന്നലിൽ, എന്നാ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്, നമുക്കൊരു ആരുടെയും സപ്പോർട്ട് കിട്ടും എന്നും പറഞ്ഞൊരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീ ഇതിലോട്ട് ചാടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ അതിന് രസകരമായിട്ട് തന്നെ കുറച്ച് നാച്ചുറലായിട്ട് തന്നെയാണ് എല്ലാം. സിനിമാറ്റിക് ആയിട്ടൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. അപ്പൊ ഇത് ട്രിവാൻഡ്രം സ്ലാങ് ആയി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നതാണ്. അതൊരിക്കലും ഞാൻ ഇത്രയും പടം ചെയ്തിട്ട് എനിക്കത് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു പ്രദേശത്ത് എല്ലാവരും ഒരേ സ്ലാങ് സംസാരിക്കുന്ന സിനിമകൾ തന്നെ വളരെ കുറവാണ് ഇപ്പൊ. ഓരോ ആർട്ടിസ്റ്റിന്റെ സ്ലാങ് അനുസരിച്ച് ചില പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ KPC ചേച്ചി എന്ന് പറയുന്നത് മധ്യ കേരളത്തിന്റെ ഭാഷ ഉപയോഗിക്കും. ഇന്നസെന്റ് ചേട്ടൻ ഹസ്ബൻഡാണ് വടക്കൻ കേരളം, അത് തുടർന്ന് എന്ന് പറയുന്നത് അതിലേക്ക് പിടിക്കും. മകളായിട്ട് വരുന്നത് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലം ജില്ലയുടെ സ്ലാങ്ങിൽ പോകും. അപ്പൊ അമ്മയും മോളും ഏകദേശം സാമ്യം തോന്നും സ്ലാങ്ങിൽ. അച്ഛൻ വടക്കനാണ് എന്ന് തോന്നും. അങ്ങനെ മാമുക്കയുടെ സ്ലാങ് ആണ്. നമ്പൂരി ആയിരിക്കും, അത് മാണ്ട. അത് മാണ്ടാത് എന്ന് പറയുന്ന നമ്പൂരി ആയിരിക്കും. പക്ഷെ അത് കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. ആർക്കും ഒബ്ജക്ഷൻ ഇല്ല അതില്, അല്ലേ? അപ്പൊ അങ്ങനെയായി. പിന്നെ ആരും നിർബന്ധം പിടിച്ചൊരു നാച്ചുറാലിറ്റി വിട്ടിട്ടൊരു സ്ലാങ് പിടുത്തം ഇല്ലാതായി. അപ്പൊ അങ്ങനെ. പക്ഷെ ഈ സിനിമയിൽ ഫുൾ ട്രിവാൻഡ്രം തന്നെ വേണം. ചെറിയ ക്യാരക്ടറിനെ പോലും അങ്ങനെ ഓഡിഷൻ നടത്തിയാണ് സെലക്ട് ചെയ്തത്. നാടനായിട്ട് കാണുമ്പോഴത്തേക്ക് ഇപ്പം കുറെ വീടുകളില് ഭയങ്കരമായിട്ട് സർവൈവ് ചെയ്യുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും. ലൈക്ക് ധൈര്യം ഉണ്ടാവും, പക്ഷെ മുന്നോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാവും. പക്ഷെ പിന്നീട് ജീവിത സാഹചര്യം കൊണ്ട് മുന്നിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അത്തരത്തിലൊരു സ്ത്രീയാണോ ജഗദമ്മ? അല്ലല്ല. ഇവര് 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവര് നിൽക്കുന്ന ഏരിയസ് സ്റ്റേറ്റ് ആണ്. ആ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെ വലിയൊരു സംഭവമാണ്. അവിടെ നിവൃത്തിയില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ആ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് എടുക്കുകയാണ്. ആ കപ്പൊക്കെ വാങ്ങിച്ചോട് ഓടി വരുന്നതും ഒക്കെ ഹൈസ്കൂളിലേക്കാണല്ലോ പിന്നത്തെ പോക്ക്. അപ്പോ അതൊരു അപ്പർ KG ആണ് നമുക്കവിടെ. അപ്പം അതോടുകൂടി ആ പഠിത്തം നിന്ന് പോവുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ആരോരുമില്ലാത്തൊരു പെൺകുട്ടി എല്ലാ അടവുകളും പ്രയോഗിച്ച് നയപരമായിട്ട് തന്നെയാണ് ജീവിതത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാത്തൊരു ധൈര്യമാണ്. സാധാരണക്കാരായ സ്ത്രീകൾക്കൊരു ഇൻസ്പിറേഷനായി മാറുമോ ജഗദമ്മ? അല്ല, അവരിൽ നിന്നാണ് ജഗദമ്മ ഉണ്ടായത്. അല്ലാതെ ജഗദമ്മ കണ്ട അവരൊന്നും ആവേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ജനങ്ങളിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. എന്നെ കണ്ടിട്ട് ഇത് മിഥുനത്തിലെ സുലോചനെ പോലെ എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എന്റെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ പറയും, സുലോചന തന്നെ വീട്ടിലിരിക്കുന്ന സുലോചന എന്ന് ഞാൻ പറയും. പണ്ടൊക്കെ ഞാൻ ചുടുന്ന ദോശയൊക്കെ നല്ലതാണെന്ന് പറയുമായിരുന്നു. ഓരോ പടം അഭിനയിച്ച് വെച്ചേച്ച് പിന്നെ സ്ത്രീകൾ പറയും,
നൂറുവശിയുടെ ആ പടം കണ്ടിട്ട് എപ്പോ നോക്കിയാലും ചേട്ടൻ എന്നെ കളിയാക്കും. ഓണ്ടപ്പോ വിധത്തിലെ സുലോചന ഇറങ്ങി വരുന്നു എന്ന് പറയും. പടം നല്ലത്, എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിൽ ചേട്ടൻ എന്നെ കളിയാക്കും ആൾക്കാരുടെ മുമ്പിൽ.